ഇത് നമ്മൾ കാണുന്നത് ഈ ഉത്സവത്തിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞ ദൃശ്യങ്ങളാണ്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഒരു ആന ഇടഞ്ഞിട്ടുണ്ട്. ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് അവിടെ ഇടഞ്ഞിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നടക്കുന്ന സംഭവം. അതെ, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ശ്യാംകുമാർ ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഇത് എഴുന്നള്ളത്തിനിടയിലല്ല, ഉത്സവത്തിന് എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന സമയത്ത് ഇടഞ്ഞതാണല്ലേ? അതിനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എഴുന്നള്ളത്തിനായി കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ആ ആന ഇപ്പോൾ ആ ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ഓടുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങളടക്കം മറിച്ചിടുകയും ആ ക്ഷേത്ര പരിസരത്ത് കൂടി ഗ്രൗണ്ടിലൂടെ ഓടുകയുമാണ്. നിലവിൽ ജ്ഞാനോദയം ക്ഷേത്ര പരിസരത്താണ് ആന ഉള്ളതെന്നാണ് അറിയുന്നത്. ഏതായാലും ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ആന ഇടഞ്ഞിരിക്കുന്നത്. ആ പ്രദേശത്ത് ഇപ്പോൾ പോലീസ് രണ്ടു വശത്തും ആളുകൾ അങ്ങോട്ട് വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുമുണ്ട് ഇപ്പോൾ. ഇത് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നാണ്. അവിടെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. അത് നാട്ടുകാരൊക്കെ പ്രാണരക്ഷാർത്ഥം ഓടുന്നത് നമ്മൾ കണ്ടു. ചില വാഹനങ്ങൾ അത് മറിച്ചിടുകയും തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടേക്ക് ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ആളുകൾ വരുന്ന സമയമാകുകയാണ്. ആ ഘട്ടത്തിലാണ് ആന ഇടഞ്ഞ പരിസര പ്രദേശങ്ങളിലാകെ ഭീതി പരത്തിയും അവിടെ തുടരുന്നത്. അവിടെ അല്പസമയത്തിനകം ആനയെ തളയ്ക്കാൻ കഴിയും എന്ന് കരുതാം. അതിൻ്റെ പാപ്പാനും ആനയോടൊപ്പമുള്ളവരൊക്കെ ഉണ്ട് അവിടെ. എന്താണ് ആനയ്ക്ക് പറ്റിയത് എന്നറിയില്ല. വൈകുന്നേരം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ജ്ഞാനോദയം ക്ഷേത്ര പരിസരത്ത് ഇപ്പോഴും ആനയുള്ളത് എന്നാണ് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്യാമം, ഇതിൽ വനം വകുപ്പിനോ അല്ലെങ്കിൽ അതിപ്പോൾ ആനയുടെ പാപ്പാൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ ആന എന്തായാലും അത് ഒരു അനുനയത്തിന് വഴങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് അപ്പുറത്തേക്ക് മറ്റു സൈഡുകളിലേക്കോ മറ്റു ഭാഗത്തേക്കോ ഒക്കെ ആന വീണ്ടും നീങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ആ പ്രദേശത്തൊക്കെ ആളുകൾ കൂടി നിൽക്കുകയാണല്ലോ. ഇങ്ങനെ ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നതും ഒരു റിസ്ക് ആണല്ലോ ശ്യാമം. തീർച്ചയായും, കാരണം ആന അത് അനുനയത്തിന് തയ്യാറാകാതെ തന്നെ ആ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടി ഓടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവിടെയുള്ള ആളുകളോട് മാറണമെന്നുള്ളത് പോലീസ് ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആനയെ തളയ്ക്കുന്നതുവരെ അതിനെ പ്രകോപിപ്പിക്കരുത് എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആളുകൾ ഈ കാഴ്ച കാണാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം. ഇതിന്റെ ഉപരിയായിട്ട് അത് സംസ്ഥാന പാതയാണ്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ക്ഷേത്രമുള്ളത്. അതോടുകൂടി ആ പരിസരത്തെ വാഹന ഗതാഗതം പൂർണ്ണമായും പോലീസ് ഇപ്പോൾ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആന നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ അവിടെ പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങളൊക്കെ മറിച്ചിട്ടുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ കൂടുതൽ അപകട സാധ്യതയുള്ളത്. കൂടുതൽ പേര് പരിസരത്തേക്ക് എത്താതിരിക്കാനാണ് ക്ഷേത്ര ഭാരവാഹികളും പോലീസും ഒക്കെ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആനയുടൻ തളയ്ക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എലഫന്റ് സ്ക്വാഡിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആളുകൾ ആ പരിസരത്തേക്ക് എത്താതിരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ആന അവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ വലിയ ജനവാസ മേഖലയാണ്, അടുപ്പിച്ചടുപ്പിച്ച് വീടുകളുള്ള പ്രദേശമാണ്. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമവും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്താണ് ഈ ആന ഇടഞ്ഞത്. ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയാണ്. അത് ഇടഞ്ഞ് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ചെറിയ വാൻ പോലൊരു വണ്ടി കുത്തിമറിച്ചിടുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു. അതിനുശേഷം ഇപ്പോഴും കാറൊക്കെ ചുമ്മാ ഈ നൈസായിട്ട് കുത്തിമറിച്ചിടുകയാണ് ആന. അത് കഴിഞ്ഞ് അതിനെ തളയ്ക്കാൻ അത് കൂട്ടാക്കുന്നില്ല. പാപ്പാമാർ ചുറ്റും നിന്ന് ആനയുടെ പേരൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിൽ സമന്വയിക്കാത്ത ആന ഓടി നടന്ന് വണ്ടികൾ മറിച്ചിടുകയാണ്. അത് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അവിടെയുള്ള ആളുകൾ. ഏത് രീതിയിലാണ് അതിനെ തളയ്ക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അവിടെ ഒരു വ്യക്തതയില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആന ഇടയാൻ കാരണം എന്താണെന്നും അറിയില്ല. ആന ഇടഞ്ഞത് കാണാനൊക്കെ ആൾക്കാർ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ചുറ്റും കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ആന പിന്നെയും പ്രൊവോക്കഡാവുന്ന ആന അവിടെ വട്ടം കൂടി നടന്ന് അവിടെ ഇട്ടിരിക്കുന്ന അടുത്ത കാറ്, ആ കാറൊക്കെ എടുത്ത് പൊക്കി മറിച്ചൊക്കെ ഇടുകയാണ്. അവിടെ കുറേ അധികം വണ്ടികൾ പാർക്ക് ചെയ്തിരുന്നു. ആ വണ്ടികൾ ഏതാണ്ട് എല്ലാ വണ്ടികളും ആനൊന്ന് കയ്യും കാലമൊക്കെ വെച്ച് പോയിട്ടുണ്ട്. ഇപ്പോഴും അതിനെ തളയ്ക്കാൻ ഇപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല. പാപ്പാന്മാർ ചുറ്റും നിന്ന് അവിടെ നിൽക്കാനെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആന നിൽക്കുന്നില്ല. ആന പൂർവാധികം ദേഷ്യത്തിലും രോഷത്തിലുമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാനയാണ് ശ്യാമം? അത് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള വളരെ കരിവീരനാണോ? ആനയുടെ പേര് നിലവിൽ ലഭ്യമായിട്ടില്ല. പക്ഷേ ആനയെ ഉത്സവത്തിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത് എഴുന്നള്ളത്തിന് വേണ്ടി കൊണ്ടുവന്ന ആനയാണ്. പക്ഷേ കടുത്ത ചൂടും മറ്റുമാണ് സ്വാഭാവികമായിട്ടും ആന ഇപ്പോൾ ഇടയാൻ കാരണമെന്നാണ്
കരുതുന്നത്. ഏതായാലും നിലവിൽ ആനയെ തളയ്ക്കാനും മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് അവിടെ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നത് ഇടഞ്ഞ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രോത്സവത്തിനും അങ്ങനെ മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെയായി കൊണ്ടുവന്ന ആനകൾ ഇടയുന്നുണ്ട്. കടുത്ത ചൂട്, വെള്ളം കിട്ടാത്ത പ്രശ്നം, അത് നടക്കുന്ന വഴിയിലെ ഈ ടാറിട്ട റോഡിലൂടെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ ആ വഴിയിലെ കനത്ത ചൂട്, അതൊക്കെയാണ് ആനയ്ക്ക് പ്രശ്നങ്ങൾ. കൂട്ടി എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ കൂടുതൽ ആനകളെ ഒരുമിച്ച് എഴുന്നള്ളിക്കുന്ന സമയത്ത് മറ്റൊരു ആന കുത്തുക, അപ്പോൾ കൂടെയുള്ള മറ്റാനകളൊക്കെ പ്രകോപിതരായി ഓടുക, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീവല്ലഭ ക്ഷേത്രത്തിലാണ് അത്തരം ഒരു കാഴ്ച നമ്മൾ കണ്ടത്. അപ്പോൾ ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ച് ആനകൾ ഇടയുന്നത് ഈ ദിവസങ്ങളിൽ ഒന്നല്ല രണ്ടല്ല അതിലധികം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും ഒടുവിലത്തേതാണ് ഈ ഇടക്കൊച്ചിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഉണ്ടായിരിക്കുന്ന അല്പസമയം ഉണ്ടായ ഈ സംഭവം. ആന ഇപ്പോഴും അതിനെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. എലിഫന്റ് സ്ക്വാഡൊക്കെ എത്തണം, ഒരു പക്ഷേ ആ നിലയ്ക്കൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പാപ്പാന്മാരുടെ അനുനയത്തിന് ഈ ആന വഴങ്ങിയിട്ടില്ല ഇതുവരെയും. ഒരു പക്ഷേ അതിനെക്കുറിച്ച് വെള്ളമൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ വെള്ളം ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഈ പ്രകോപിതനായ ആന അതിന് വഴങ്ങാറുണ്ട്. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. വിജയകുമാർ, ഇപ്പോൾ ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്യാം, യഥാർത്ഥത്തിൽ ഈ വാഹനങ്ങളൊക്കെ ഈ ആന കുത്തിമറിച്ചിടുകയാണല്ലോ, എന്താണ് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങളിൽ? നിലവിൽ ആനയെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. അത് രണ്ട് കാലുകളിലും പിൻകാലുകളിൽ രണ്ടിലും ചങ്ങല ഇട്ട ആന തന്നെയാണ്. അതുകൊണ്ടാണ് അതിന് കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഇരിക്കുന്നതും. പക്ഷേ ആന ഇപ്പോഴും ആ ക്ഷേത്രമുറ്റത്തുകൂടി മുന്നോട്ട് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി പരിസരത്ത് ഉള്ള ആളുകളെയൊക്കെ പോലീസ് വളരെ വേഗത്തിൽ മാറണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ആറാട്ട് ഉത്സവത്തിനായിട്ട് എഴുന്നള്ളിപ്പ് കൊണ്ടുവന്ന ആനയാണ് അതിനു മുൻപ് തന്നെ ഇടയുകയും ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് അങ്ങോട്ട് എലിഫന്റ് സ്ക്വാഡിനോട് അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ആളുകൾ ആനയ്ക്ക് യാതൊരു പ്രകോപനവും ഉണ്ടാക്കാതിരിക്കാനായിട്ടുള്ള വലിയ ശ്രദ്ധയാണ് ഇപ്പോൾ അവിടെ പുലർത്തുന്നത്. സംസ്ഥാന പാതയാണ്, ഈ സമയത്ത് കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ രണ്ടു വശത്തും ഈ തോപ്പുംപടിയിൽ നിന്ന് ഇടക്കൊച്ചിയിലേക്ക് വരുന്ന ഭാഗത്തും ഇടക്കൊച്ചി ഭാഗത്തും ഉൾപ്പെടെ വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആന കൂടുതൽ പ്രകോപിതനാകുമോ എന്ന സംശയമാണ്. നിരവധി വീടുകളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആന മുന്നോട്ട് പോകും തോറും അത് അപകട സാധ്യത കൂട്ടുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും ആനയെ അതിനു മുമ്പ് തളയ്ക്കാൻ പാപ്പാമാർ തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആന അവിടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും നിലവിൽ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ് കെ, അവിടെ ഈ നമ്മൾ ഈ കാല് ഗ്യാസ് ഊറ്റൊക്കെ എടുത്ത് പൊക്കുന്ന ലാഘവത്തിലാണ് ആന വാഹനങ്ങൾ ഈസിയായി അതിൻ്റെ കൊമ്പിൽ തൂക്കി മറിച്ചിടുന്നത്. ഇപ്പുറത്തെ ഒരു മതിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ആന ഇപ്പോഴും അങ്ങനെ പൂർവാധികം ശക്തനായി ഇടഞ്ഞങ്ങനെ ദേഷ്യപ്പെട്ട് പ്രകോപിതനായി നിൽക്കുകയാണ്. പാപ്പാമാരുടെ അനുനയ ശ്രമങ്ങളൊന്നും അവിടെ വിജയിക്കുന്നില്ല. അപ്പോൾ ഇനി എലിഫന്റ് സ്ക്വാഡൊക്കെ വന്നേ മതിയാവുകയുള്ളൂ. ആനയെ കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് ഈ കാഴ്ച കാണാൻ വേണ്ടി ആളുകൾ അങ്ങോട്ട് കൂടി നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ കേൾക്കുന്നവരുണ്ടെങ്കിൽ അത് അവർ അവിടെ നിന്ന് മാറിപ്പോകണമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ആന പിന്നെയും പ്രൊവോക്കഡ് ആവും. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇതുവരെ പാപ്പാന്മാർ നടത്തിയ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എഴുന്നള്ളത്തിനെ കൊണ്ടുവന്ന ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് അടുത്താണ് ഉത്സവ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞവിടെ ഏതാണ്ട് ഒരു പരിഭ്രാന്തിയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് ആളുകൾക്ക് നേരെയൊന്നും പാഞ്ഞെടുക്കുന്നില്ല. വാഹനം ഓടി നടന്ന് അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളൊക്കെ എടുത്ത് മറിച്ചിടുകയും ചവിട്ടിപ്പൊളിക്കുകയും ചെയ്യുകയാണ് ഈ ആന ചെയ്യുന്നത്. വലിയ ചൂടാണ്. നമ്മൾ ഒരുപാട് ആന ഇടയുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. ഈ അടുത്ത് ഏറ്റവും അങ്ങേയറ്റം ദാരുണമായ കുറേ ആളുകളുടെ മരണത്തിനൊക്കെ ഇടയാക്കിയ ആന ഇടച്ചിലൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും അത്രത്തോളം തീവ്രമായ സാഹചര്യം അല്ലെങ്കിൽ കൂടിയും ഈ ആന എത്രയും പെട്ടെന്ന് തളയ്ക്കുക എന്നുള്ളത് പ്രധാനമാണ്, ശ്രദ്ധേയമാണ്. കാര്യം ഈ ആന ആ കോമ്പൗണ്ടിന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഓടുക എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമുണ്ടാക്കും.